ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന 40,000 രൂപയുടെ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമിംഗ് സ്ട്രീമിംഗ് പി സിയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഇൻ്റൽ ബേസ്ഡ് പി സിയും ബിൽഡ് ചെയ്യാം, അതുപോലെ തന്നെ AMD ബേസ്ഡ് പി സിയും ബിൽഡ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇൻ്റൽ ബേസ്ഡ് ആണ്. കാര്യം AMDയുടെ പ്രൊസസ്സറിൻ്റെ പ്രൈസ് ഇപ്പോഴും ഹൈ തന്നെയാണ്. അപ്പോൾ പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുമ്പോഴും ഇൻ്റൽ ബിൽഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻ്റൽ പി സി ബിൽഡ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഈ ഒരു ചാനൽ ഇനിയും പി സി റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പി സി ബിൽഡിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഈ ഒരു പി സി ബിൽഡിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഇൻ്റലിൻ്റെ 10th ജനറേഷൻ പ്രൊസസ്സറാണ്. i5-10400F എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. അപ്പോൾ ഇതിനകത്ത് 6 കോറും 12 ത്രെഡുമാണ് വരുന്നത്. 6 കോർ 12 ത്രെഡ് വരുന്നതുകൊണ്ട് നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ ബെറ്റർ ആയൊരു പ്രൊസസ്സർ തന്നെയാണ്. കാര്യം എത്രത്തോളം ത്രെഡ് കൂടുന്നു അത്രത്തോളം നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സ്ട്രീമിംഗ് ചെയ്യണമെങ്കിലും ഈ ഒരു പ്രൊസസ്സർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അടുത്ത ഇതിൻ്റെ ബേസ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ 2.90 GHz ആണ് ബേസ് വരുന്നത്. 4.30 GHz ആണ് ടെർബോ വരുന്നത്. അപ്പോൾ ഇതൊരു F സീരീസ് പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്നില്ല. നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ മദർ ബോർഡ് ഗിഗാബൈറ്റിൻ്റെ B560M DS3H AC വൈഫൈ മദർ ബോർഡാണ്. ഇതിനകത്ത് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്, അതുപോലെ തന്നെ RGB ഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 M.2 SSD സ്ലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഉള്ളൊരു മദർ ബോർഡ് തന്നെയാണ് ഈ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയത്. ഇതിൻ്റെ റാം നോക്കുകയാണെങ്കിൽ, അതായത് റാമിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ മാക്സിമം റാം സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏകദേശം 3000-ന് മുകളിൽ റാം സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റലിൻ്റെ B460 മദർ ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ B560 മദർ ബോർഡ് ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. കാര്യം റാം സ്പീഡ് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത സ്റ്റോറേജിനോട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്രൂഷ്യലിൻ്റെ P1 500GB NVMe ആണ്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 1950 MB ആണ്. അപ്പോൾ ക്രൂഷ്യലിൻ്റെ NVMe കുറച്ച് റേറ്റ് കുറവായതുകൊണ്ടാണ് ഞാനിതിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിലോട്ട് പോകുന്നെങ്കിൽ പോവാം. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു NVMe തന്നെയാണ്. അങ്ങനെ കുറഞ്ഞ NVMe ഒന്നും ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത റാം നോക്കുകയാണെങ്കിൽ 8GB DDR4 3200 MHz റാമാണ് ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8GB മാത്രമേ നമുക്ക് ഈ ഒരു 40K ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 16K വരെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. 32GB വരെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതിനകത്ത് ബാക്കി 3 സ്ലോട്ട് കൂടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അടുത്ത പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ ഇവിടെ 450 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ബ്രോൺസ് 80+ പവർ സപ്ലൈ തന്നെ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയ ഓപ്ഷൻ. കാര്യം എന്തെങ്കിലും രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ 80+ ആയതുകൊണ്ട് കുറച്ച് സേഫ് ആയിരിക്കും. മാക്സിമം 80+ ബ്രോൺസ് പവർ സപ്ലൈ തന്നെ എടുക്കുക. അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് നിങ്ങൾക്ക് RGB വരുന്ന ഏതിലൊക്കെ കേസ് എടുക്കാൻ 2000 തൊട്ട് 2500, 3000 ആ റേഞ്ചിൽ വരുന്ന RGB ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള കേസ് ഉണ്ട്. അപ്പോൾ RGB ഫാനിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഒരു ഫാനിന് തന്നെ ഏകദേശം 500 450 ആ റേഞ്ചിലാണ് ഫാനിൻ്റെ റേറ്റൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 480 അങ്ങനെയൊക്കെ ആവും. അപ്പോൾ RGB ഫാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം പൈസ ലാഭിക്കാൻ സാധിക്കും. അടുത്ത ഗ്രാഫിക്സ് കാർഡ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാഫിക്സ് കാർഡ്, അതായത് ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 3 ഗ്രാഫിക്സ് കാർഡാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് GT 1030 ആണ്, DDR5 2GB ഗ്രാഫിക്സ് കാർഡാണ്. മറ്റത് കോഡ്രോ T400 2GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അടുത്ത ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെങ്കിൽ 1050 Ti ഗ്രാഫിക്സ് കാർഡ് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ്, പുതിയതല്ല. പുതിയതിൻ്റെ വില ഏകദേശം 15-ന് മുകളിലാണ്. യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വിത്തിൻ 1 ഇയർ വാറണ്ടി ഉള്ള ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഒരു PC ബിൽഡ് മിക്ക PC ഷോപ്പുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്. ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ ഒരു 9,000 ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിത്ത് വാറണ്ടി ഉള്ള ഗ്രാഫിക്സ് കാർഡ് എടുക്കുക. മിനിമം 1 ഇയർ വാറണ്ടി ഉള്ള യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് എന്തായാലും ഷോപ്പുകളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഗ്രാഫിക്സ് കാർഡ് ഏകദേശം അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1030യേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കോഡ്രോ T400 ആണ്. T400-നെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള 1050 Ti ആണ്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഇതിലേത് ചൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഈ 3 ഗ്രാഫിക്സ് കാർഡും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഫ്യൂച്ചർ അപ്ഗ്രേഡിന് പറ്റിയൊരു PC ആണ്. അതായത് നമുക്ക് 450 വാട്ടിൻ്റെ പവർ സപ്ലൈ വെച്ചുകൊണ്ട് തന്നെ RTX 3050യുടെ ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ 1660 സൂപ്പർ ഗ്രാഫിക്സ് കാർഡോ RTX 2060 ഗ്രാഫിക്സ് കാർഡ് വരെ നമുക്ക് ഈ ഒരു PCയിൽ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് റാമും അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിനകത്ത് അഡീഷണൽ NVMe സ്ലോട്ട് കൂടി വരുന്നുണ്ട്. ആ ഒരു NVMe സ്ലോട്ട് കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനകത്ത് സ്റ്റോറേജ് ആഡ് ചെയ്യാം. 1 TB 2 TBയുടെയൊക്കെ NVMe വേണമെങ്കിൽ ആഡ് ചെയ്യാം.
അപ്പോൾ വളരെയധികം ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി നമുക്ക് ഈ ഒരു പി സിക്കകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.